ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. സുബ്രഹ്മണ്യ എന്ന് പറഞ്ഞ പടത്തിന്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. പ്രീ ലുക്ക് പോസ്റ്റർ എന്നുള്ള രീതിയിലാണ് ഇറക്കിയിട്ടുള്ളത്. പിന്നെ രാജ്കുമാർ റാവോയുടെ മാലിക് എന്ന് പറഞ്ഞ പടത്തിന്റെ ഒരു പുതിയ പോസ്റ്റർ വന്നു. പിന്നെ ബോംബ് എന്ന് പറഞ്ഞിട്ട് അർജുൻ ദാസിന്റെ ഒരു പടത്തിന്റെ പോസ്റ്റർ വന്നു. പിന്നെ ദേവര പാർട്ട് 1 എന്ന് പറഞ്ഞ പടത്തിന്റെ ഒരു പുതിയ പോസ്റ്റർ വന്നു. ഇതിൽ ജൂനിയർ എൻടിആറിനെ 2 ലുക്കുള്ള രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ ഈ പടത്തിന്റെ സെക്കൻഡ് സിംഗിൾ വന്നിരുന്നു. അത് 125 മില്യൺ പ്ലസ് വ്യൂസ് ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ മെയ്യഴുകൻ എന്ന് പറഞ്ഞ പടത്തിന്റെ ഓഡിയോ ലോഞ്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ വീഡിയോ ഇടുമ്പോൾ ഓഡിയോ ലോഞ്ച് കഴിഞ്ഞിട്ട് പാട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരിക്കാം. എന്തായാലും ഇന്നാണ് വരുന്നത്. പിന്നെ നിലാവൊക്കെ എന്മേൽ എന്നാടി കോപം എന്ന് പറഞ്ഞിട്ടുള്ള ധനുഷ് ഡയറക്റ്റ് ചെയ്യുന്ന 3ാമത്തെ പടം. ആ പടത്തിലത്തെ ഗോൾഡൻ സ്ഫെയർ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു പാട്ടായിട്ടാണ് തോന്നിയത്. കൽക്കത്ത ഉണ്ടെങ്കിൽ കേട്ടു വെക്കുക. പിന്നെ ബേർഡ് ബോയ്സ് എന്ന് പറഞ്ഞ പടത്തിലത്തെ റഹ്മാന്റെ പേര് മേക്കാട്ടുകുളം ആൻഡപ്പൻ എന്നുള്ളതെന്ന് അറിയിച്ചു. അത് ഓൾറെഡി നമ്മൾ ട്രെയിലറിൽ കണ്ടതാണ്. ട്രെയിലർ ടീച്ചറാണ് ഏതോ ഒന്നിൽ കണ്ടതാണ്. പിന്നെ ശങ്കർ എന്ന് പറഞ്ഞ ആളുടെ പേര് പ്രേം മേനോ എന്നുള്ളതെന്ന് അറിയിച്ചു. പിന്നെ കൃഷ്ണപ്രസാദ് എന്ന് പറഞ്ഞ ആളുടെ പേര് ബാദുഷാ ഖാൻ എന്നുള്ളതെന്ന് അറിയിച്ചു. പിന്നെ ഭീമ രഘുവിന്റെ പേര് നിപ്പൻ സുര എന്നുള്ളതെന്ന് അറിയിച്ചു. പിന്നെ തുമ്പാൽ എന്ന് പറഞ്ഞിട്ടുള്ള പടം റീ റിലീസിന് വരികയാണ് സെപ്റ്റംബർ 13-ാം തീയതി. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ പോസ്റ്റർ വന്നു. പിന്നെ ശരിപ്പോത്തെ ശനിവാരം എന്ന് പറഞ്ഞ പടം 2 ദിവസം വേൾഡ് വൈഡ് ആയിട്ട് 36.03 കോടിയാണ് നേടിയിട്ടുള്ളതെന്ന് അറിയിച്ചു. പിന്നെ ഈ പടത്തോട് കൂടിയിട്ട് നാനിയുടെ 10ാമത്തെ പടമാണ് നോർത്ത് അമേരിക്കയിൽ 1 മില്യൺ നേടുന്നത്, അല്ലെങ്കിൽ മില്യൺ നേടുന്ന പടം. പിന്നെ വേട്ട എന്ന് പറഞ്ഞിട്ടുള്ള രജനീകാന്തിൻ്റെ പടം ഒക്ടോബർ 10-ാം തീയതിയാണ് റിലീസാകാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഡബ്ബിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് മഞ്ജു വാര്യരുടെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രജനീകാന്തിൻ്റെ തുടങ്ങിയെന്നുള്ള രീതിയിൽ ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ രജനീകാന്തിൻ്റെ കൂലി എന്ന് പറഞ്ഞിട്ടുള്ള ലോകസേനരാജ് എടുക്കുന്ന പടം. ആ പടത്തിൻ്റെ ക്യാരക്ടർ പോസ്റ്റേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലത്തെ ഇന്നലത്തെ പോസ്റ്റർ ശ്രുതിഹാസിൻ്റെ ആണ്. ആളുടെ ഈ പടത്തിലത്തെ പേര് പ്രീതി എന്നുള്ളതെന്നും അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ പോസ്റ്റർ വന്നിട്ടുണ്ട്. അത് സത്യരാജിൻ്റെ ആണ്. രാജശേഖരനാണ് ആളുടെ ഈ പടത്തിലത്തെ പേര്. പിന്നെ കൽക്കി 2898 AD എന്ന് പറഞ്ഞ പടത്തിൻ്റെ 2ാം ഭാഗം വരാൻ പോകുന്നു. അപ്പോൾ ആ പടം ഫെബ്രുവരി അല്ലെങ്കിൽ ജനുവരി 2025 ആയിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് കേൾക്കുന്നത്. പക്ഷേ പടം 2026 പുറത്തിറങ്ങില്ല, 25 പുറത്തിറങ്ങില്ല, 27 പുറത്തിറങ്ങില്ല, 28 പുറത്തിറങ്ങും. എന്നുവെച്ചാൽ 2028 പടം പുറത്തിറങ്ങുള്ളൂ. കാരണം പടത്തിന്റെ വർക്കുകളൊക്കെ തീർക്കാൻ തന്നെ 3 വർഷത്തിൻ്റെ അടുത്ത് എടുക്കും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഒഫീഷ്യലി വന്ന സോഴ്സാണ്. പിന്നെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള തലപതി വിജയുടെ പടം സെപ്റ്റംബർ 5-ാം തീയതി റിലീസാകാൻ പോകുന്നത്. പടം കഴിഞ്ഞ 5 ദിവസം കൂടിയുള്ളൂ. എന്തായാലും പടത്തിന്റെ UK സെൻസറിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു കട്ടും വന്നിട്ടില്ല പടത്തിന്. ഇവിടെ ആകെ കൂടിയിട്ട് 2 സെക്കൻഡ് കട്ട് ചെയ്തിട്ടുള്ളൂ. അത് വലിയ വിഷയമില്ല. പിന്നെ പടത്തിന്റെ ബുക്കിംഗ് എല്ലാ സ്ഥലത്തും ഓപ്പണായി തുടങ്ങിയിരിക്കുന്നു. പക്ഷേ കേരളത്തിലത്തെ തുടങ്ങിയിട്ടില്ല. കേരളത്തിലത്തെ ഇപ്പോൾ തുടങ്ങുന്നുള്ളപ്പോൾ അറിയിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ നാളെ സെപ്റ്റംബർ 1-ാം തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്കായിരിക്കും ഇതിൻ്റെ ബുക്കിംഗ് ഓപ്പൺ ആവുക. പിന്നെ ഈ പടം ആദ്യം റിലീസ് ചെയ്യാതിരുന്നത് വിജയുടെ ബർത്ത്ഡേക്കായിരുന്നു. പക്ഷെ ആ സമയത്ത് തന്നെ കുറേ വർക്ക് പെൻഡിങ് ഉള്ളതുകൊണ്ട് അവർ ആ തീയതി മാറ്റിയൊക്കെയായിരുന്നു. എന്നിട്ട് ഓഗസ്റ്റ് 15 എന്നുള്ളത് നോക്കി. പക്ഷെ ഓഗസ്റ്റ് 15 നടക്കില്ല എന്നുള്ള രീതിയിലായപ്പോഴാണ് സെപ്റ്റംബർ 5-ലേക്ക് ആക്കിയെന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പടത്തിന്റെ പേര് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നല്ല കൊടുക്കാതിരുന്നതെന്നും ഗാന്ധി എന്നുള്ള രീതിയിലാണ് കൊടുക്കാതിരുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ പടത്തിൽ അജിത് കുമാറിന്റെ റെഫറൻസ് ഉണ്ടാവും എന്നുള്ളത് വെങ്കട് പ്രഭു കൺഫേം ചെയ്തിട്ടുണ്ട്. എന്താവും, ചിലപ്പോൾ ആൾ വരുമോ അല്ലെങ്കിൽ ആളുടെ ശബ്ദമായിരിക്കുമോ എന്താണെന്നുള്ളതൊന്നും ആൾ പറയില്ല എന്നുള്ള രീതിയിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് പാടം ഇറങ്ങുമ്പോൾ ഒന്നും ഉണ്ടാവില്ല എന്നറിയില്ല. ഞാൻ പടത്തിൽ യുവൻ ശങ്കർ രാജ തന്നെ വേണമെന്നുള്ളത് തലപതി വിജയൻ തന്നെ പറഞ്ഞാന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം വെങ്കട് പ്രഭു വരുമ്പോൾ എപ്പോഴും ആളുടെ കൂടെ യുവൻ ശങ്കർ രാജ തന്നെ ആയിരിക്കും മ്യൂസിക് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ആൾ അത് മതി തന്നെ പറഞ്ഞാന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ പടത്തിലത്തെ പാട്ട് വരാൻ പോവാണ്. മട്ട എന്നാണ് പാട്ടിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. പടത്തിൻ്റെ പ്രൊമോ ഒന്നും പുറത്തിറക്കിയിട്ടില്ല. നേരെ പാട്ടിറക്കാനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും നല്ലൊരു പോസ്റ്റർ വന്നിരുന്നു. ഇതാണ് ആ പോസ്റ്റർ. 6 മണിക്കാണ് പാട്ട് പുറത്തിറങ്ങുക. പിന്നെ യുവൻ ശങ്കർ രാജയുടെ ബർത്ത്ഡേ ആണ്. അത് പ്രമാണിച്ചിട്ടാണ് വരിക എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു. എന്തായാലും ഈ പാട്ടിൻ്റെ ഭാഗമായിട്ടൊരു പോസ്റ്ററിലൂടെ ആൾക്ക് ബർത്ത്ഡേ വിഷ് ചെയ്തിട്ടുണ്ട്. 2 hours to go മട്ട എന്നുള്ള രീതിയിലും കൊടുത്തിട്ടുണ്ട്. ഈ പാട്ട് ഒരു വേറെ ലെവൽ പാട്ടായിരിക്കും എന്നാണ് അർച്ചന കൽപ്പതി പറഞ്ഞിട്ടുള്ളത്. പിന്നെ അർച്ചന കൽപ്പതി കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിരത്തൊരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, നമുക്ക് ചെയ്യാവുന്നതാണ്. സോറി ഗൈസ്, ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേനും ഇതിൻ്റെ പാട്ട് റിലീസായി. അപ്പോൾ അതിൻ്റെ കൂടി കാര്യം പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചാണ്. അർച്ചന കൽപ്പതി പറഞ്ഞ പോലെ ഒന്നുമില്ല. പക്ഷേ പാട്ട് കുഴപ്പമില്ല. ബാക്കിയുള്ള പാട്ടുകളെ അപേക്ഷിച്ചിട്ട് കുറച്ചുകൂടി നന്നായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഫേവറേറ്റ് ചിന്ന കണ്ണുകൾ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് തന്നെയാണ്. പിന്നെ ഈ പാട്ടിൽ ആളുടെ മുന്നത്തെ എല്ലാ പരിപാടികളും കാണിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ പടത്തിൽ ആൾ ചെയ്യണ പബ്ലിക്കും വയറിനും വളമായിട്ട് ഇടിക്കുന്നത് അങ്ങനത്തെ പരിപാടികളൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ലിയോലത്തെ ആളുടെ ടൈറ്റിൽ അനിമേഷൻ കണ്ണ് വെച്ചിട്ടുള്ളൊരു കളിയുണ്ടല്ലോ, അതേമാതിരി ഒരു അനിമേഷൻ ഇതിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ പടം കേരളത്തിൽ 702 സ്ക്രീനിലാണ് പുറത്തിറങ്ങുകയെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ എന്തായാലും ഇത് കൺഫേം ചെയ്തിട്ടുണ്ട്. 700-ലും കൂടുതൽ സ്ക്രീൻസിൽ അതേമാതിരി 4000-ലും കൂടുതൽ ഷോ ആണ് ഫസ്റ്റ് ഡേയിൽ കളിക്കാൻ പോകുന്നത്. അത് ശ്രീഗോകുൽ മൂവീസിനെ ഒഫീഷ്യലി അവർ പുറത്തുവിട്ടാണ് ഒരു പോസ്റ്റർ കൊടുക്കുന്നത്. എന്തായാലും ഒരു റെക്കോർഡ് തന്നെയാണ് സംഭവം. ഇനി അറിയേണ്ടത് ലിയോയുടെ റെക്കോർഡ് തകർക്കോ ഇല്ല എന്നുള്ളതാണ്. ലിയോ 12 കോടിയാണ് കേരളത്തിലിട്ടത് ഫസ്റ്റ് ഡേയിൽ. അത് പിന്നെ മറികടക്കുമോ എന്നുള്ളത് നോക്കാം. ഹൈപ്പ് വെച്ചിട്ട് കടക്കില്ല എന്നുണ്ട്. പക്ഷേ ഷോയും സ്ക്രീനുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കടക്കുമെന്നും തോന്നുന്നുണ്ട്. എന്തായാലും കണ്ടറിയാം. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.